ഹിന്ദു ഐക്യവേദിയുടെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് RB ബാബു എന്ന് പറയുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹം സ്ഥിര സാന്നിധ്യമാണ്. അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ പറയാറുണ്ട്, വിവാദങ്ങളിൽ പെടാറുമുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തൃശ്ശൂർ ഗുരുവായൂരിനടുത്തുള്ള പാലയൂർ പള്ളി ശിവക്ഷേത്രമാണെന്ന് പറഞ്ഞൊരു വാദവുമായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ചെറുപ്പത്തിൽ അത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ സംഘപരിവാറിന്റെ തന്നെ മറ്റൊരു വക്കീൽ, അദ്ദേഹം ഈ ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് നമ്മുടെ ഗാന്ധി ഘാതകൻ ഗോഡ്സേനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് താഴെ ഒരു അധ്യാപക, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള അധ്യാപക വന്ന് പോസ്റ്റ് ഇടുന്നു. ആ വിഷയത്തിലൊക്കെ ചർച്ചകളൊക്കെ കേരളത്തിൽ സജീവമായി നടക്കുകയാണ്. അപ്പൊ ഈ രണ്ട് രണ്ടും ഹിന്ദു ഐക്യവേദി അല്ലെങ്കിൽ RSS സംഘപരിവാർ ആഭിമുഖ്യമുള്ള സംഘടനകളുടെ നേതാക്കന്മാരാണ്. ഇപ്പൊ ഈ പാലയൂർ പള്ളി ശിവക്ഷേത്രമാണ് പറയുന്നത്. തൃശ്ശൂരിലെ പുത്തൻപള്ളി വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ വസ്തു അവരുടെയാണ്, അതിന് ആ വടക്കുന്നാഥനൊപ്പം ചേർക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണങ്ങൾ കുറെ നാളായിട്ട് നടക്കുന്നുണ്ട്. ഇതിപ്പോ RB ബാബു 24-ന്റെ ഒരു ചർച്ചയിലാണ് പറഞ്ഞത്. അപ്പോ ഹാഷ്മി അതിനെ എതിർക്കുമ്പോൾ ഉടനെ ഹഫിയ സൂഫിയ പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. അതിനുശേഷം അദ്ദേഹം FB ഒരു പോസ്റ്റ് ഇടുന്നു, ഞാൻ ഈ പള്ളിയിലെ ചർച്ചിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ വളച്ചൊടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവര് ഇത് സാധാരണയായിട്ട് പറയുന്നത്, ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലെ മുസ്ലിം പള്ളികളെ കുറിച്ച് ഇവർ ഇത് പറയും, ക്രിസ്ത്യൻ ചർച്ചുകളെ കുറിച്ച് പറയും, അതെല്ലാം അമ്പലങ്ങളായിരുന്നു, അത് പൊളിച്ചു പണിഞ്ഞാണെന്നൊക്കെ പറയും. ഇപ്പൊ ഞാൻ വീണ്ടും എന്റെ വാദം ഇവിടെ ഉന്നയിക്കുന്നത് 97 ശേഷം, അല്ല 1947 ശേഷം 991 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു റൂളാണ്, അല്ലെങ്കിൽ ഒരു നിയമമാണ് നിലവിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം 47 ശേഷം ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ അല്ലെങ്കിൽ ഹിന്ദു അമ്പലങ്ങളോ നിലവിൽ ആരുടെ കയ്യിലാണോ അത് അവരുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നാണ് ഒരു സ്റ്റാറ്റസ് കോഡ് ഉണ്ട് രാജ്യത്തിന്. ഇപ്പോ ഈ പള്ളിക്ക് മുമ്പ് ശിവക്ഷേത്രമോ അല്ലെങ്കിൽ എന്താണെങ്കിലും അത് നിലവിൽ തൽസ്ഥിതി തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരിങ്ങനെ ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോക്സഭ ഇലക്ഷൻ വരികയാണ്. ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. കോഫി വിത്ത് SKG എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അദ്ദേഹം വാർഡ് തലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വാർഡ് തലങ്ങളിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വെല്ലുവിളിയുള്ള മത്സരമായിരിക്കും. കോൺഗ്രസിന്റെ TN പ്രതാപനാണ്, ഇടതുപക്ഷത്തിൻ്റെത് സുനിൽകുമാറാണ്. സുനീതാണ് തൃശ്ശൂരുകാർ സഖാവ് സുനിൽകുമാറിനെ, VS സുനിൽകുമാറിനെ വിളിക്കുന്നത്. അത്രയ്ക്ക് അടുപ്പമാണ്, പ്രതാപനുമായിട്ട് അത്രയ്ക്ക് അടുപ്പമാണ് സുരേഷ് ഗോപി. ഇപ്പോ വന്ന് 2 ഇലക്ഷന് മത്സരിച്ചു, നല്ല മത്സരം കാഴ്ചവെച്ചു, എത്ര വോട്ട് വർദ്ധിപ്പിച്ചു, ജയിക്കാവുന്ന അടുത്തുവരെ എത്തിയ ഒരു മത്സരാർത്ഥിയാണ് BJP സുരേഷ് ഗോപി. ഇത് തള്ളാനൊന്നും കഴിയില്ല. പക്ഷെ വിജയം അത്രയ്ക്ക് ഉറപ്പല്ല, കനത്ത മത്സരം വരും. അദ്ദേഹം ലൂർദ് മാതാ പള്ളിയിൽ പോയിട്ട് ഒരു കിരീടം കൊടുക്കുന്നു. അന്നും ഇതുപോലൊരു വിഷയം ഈ ശങ്കുട്ടിദാസിനെ പോലുള്ള ആളുകൾ പറഞ്ഞു, അത് തള്ളിയിട്ടത് കൈരളിയുടെ റിപ്പോർട്ടറോ ക്യാമറമാനാണെന്ന്. ശങ്കുട്ടിദാസിനെ കൈരളിയിൽ വിളിച്ചിരുത്തി അവരല്ല അത് തെളിയിച്ചു കൊടുക്കുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇവരിപ്പോ തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള പള്ളികൾക്ക് മേലെ അല്ലെങ്കിൽ ചർച്ചകൾക്ക് മേലെ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത് ബാധിക്കാൻ പോകുന്നു സുരേഷ് ഗോപി ആയിരിക്കും. സുരേഷ് ഗോപി തോൽക്കണം എന്നൊരു ആവശ്യമുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഇത്തരം പരാമർശങ്ങളുമായിട്ട് വരുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോവുക, ഒന്ന് ആലോചിച്ച് നോക്കുക. സുരേഷ് ഗോപി നല്ലൊരു മത്സരാർത്ഥിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വേർപ്പൊഴിച്ച് ചിലപ്പോൾ ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവാൻ വരെ സാധ്യതയുള്ള ഒരാളാണ് സുരേഷ് ഗോപി. പ്രധാനമന്ത്രി ആദ്യം തൃശ്ശൂർ വരുന്നു, ഒരു റോഡ് ഷോ നടത്തുന്നു, വനിതാ സമ്മേളനം നടത്തുന്നു. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ വരുന്നു, കാർമ്മികത്വം നടത്തുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു രാമക്ഷേത്രത്തിൽ പോകുന്നു, തൊട്ടയാറുള്ള രാമക്ഷേത്രത്തിൽ പോകുന്നു, 4 അമ്പലങ്ങൾ സന്ദർശിക്കുന്നു. അങ്ങനെയൊക്കെ അദ്ദേഹം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു. ഇപ്പൊ 13-ാം തീയതി അമിത്ഷാ ട്രിവാൻഡ്രത്ത് വരുന്നു. BJP നേതാക്കന്മാർ ഇപ്പൊ സുരേന്ദ്രന്റെ ഒരു യാത്ര നടക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അതിനൊരു വിസിബിലിറ്റി ഇല്ല, മീഡിയ വിസിബിലിറ്റി ഇല്ല, ചർച്ചയില്ല, ഒന്നുമില്ല. അദ്ദേഹം യാത്ര തുടങ്ങി പല ജില്ലകൾ പല മണ്ഡലങ്ങൾ ഒരു പോകുന്നു, അവിടെ ഒരു റാലി നടത്തുന്നു, പോകുന്നതിനപ്പുറത്തേക്ക് ഒരു വിസിബിലിറ്റി ഇല്ല. BJP നേതാക്കന്മാർക്ക് പോലും അല്ലെങ്കിൽ പ്രവർത്തകർക്ക് പോലും കൃത്യമായ ഷെഡ്യൂൾ പോലും അറിയത്തില്ല അതിന്റെ. എന്നാൽ അത്രയ്ക്ക് ഇതൊക്കെ BJPക്കുള്ളിലെയും സംഘപരിവാറിനുള്ളിലെയും പടല പിണക്കങ്ങളാണ്. സുരേഷ് ഗോപി തോൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇത്തരം ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ആരോപണങ്ങളുമായിട്ട് സംഘപരിവാർ നേതാക്കന്മാർ വരുന്നതെന്ന് ഓരോ BJPക്കാരനും ചിന്തിക്കണം. സുരേഷ് ഗോപിക്ക് അവിടെ വിജയ സാധ്യതയുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ അവിടെ വിജയവും പരാജയവും തീരുമാനിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്.
ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നോ അവരെ അവിടെ വിജയിക്കുള്ളൂ എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു സ്വർണ്ണ കിരീടം മാതാവിന് അദ്ദേഹം കൊടുക്കാൻ തയ്യാറായത്. നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിന്റെ അരി തൃശ്ശൂര് വിൽക്കുന്നു. അതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓരോ ചർച്ചിന്റെ മേലെ അവകാശവാദങ്ങളുമായിട്ട് വന്ന് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ആബി ബാബുവിനെ പോലുള്ളത്. ആബി ബാബു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ച് സുഡാപ്പി കമ്മി ജിഹാദികളൊക്കെ കൂടെ വളച്ചൊടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതാണ് അത് ശിവക്ഷേത്രമാണ്, മുമ്പ് അദ്ദേഹം കണ്ടിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്താ ചെയ്യുക? ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ വീണ്ടും BJP പൂജെപി ആയി പോവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ മണ്ഡലവും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഏതാണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഏതാണ്ട് ഒരു രൂപമൊക്കെ വന്നിട്ടുണ്ട്. പലയിടത്തും ത്രികോണ മത്സരങ്ങളുടെയൊക്കെ സാധ്യതയുണ്ട്. കോൺഗ്രസിന് നിലവിൽ 19 എത്ര സീറ്റ് തിരിച്ച് നിലനിർത്താനാവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്ത് മറ്റു വീഡിയോസിൽ കാണാം. എന്തായാലും RB ബാബു വാക്കുകൾ സൂക്ഷിച്ചില്ലേ. ചിലപ്പോൾ ഈ ഒരു വാക്കുകൊണ്ട് പണ്ട് പിണറായി വിജയൻ കൊല്ലത്ത് വന്ന് MK പ്രേമചന്ദ്രനെ പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ MP ആയി തുടരുന്നുണ്ട് എങ്കിൽ RB ബാബു ഈ പറഞ്ഞ വാക്കിന് ഇലക്ഷന് ശേഷം ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും.